ഹലോ ഗായ്സ്, പൊതിച്ചോറ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വികാരമാണല്ലേ. പൊതിച്ചോറ് എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, എനിക്ക് ആദ്യം മനസ്സിൽ വരുന്നത് സമ്മർ വെക്കേഷനിൽ ബോംബെയിൽ നിന്നും നാട്ടിൽ പോകുമ്പോൾ അമ്മ ട്രെയിനിൽ കഴിക്കാൻ ഞങ്ങൾക്ക് വേണ്ടി കെട്ടിത്തരുന്നൊരു പൊതിയാണ്. വലിയ ആഡംബരമൊന്നും ഇല്ലാത്ത ഒരു നല്ല കുത്തിരി ചോറും തേങ്ങാ ചമ്മന്തിയും കിഴങ്ങ് മെഴുക്കുവരട്ടി മുട്ട പൊരിച്ചതും പിന്നെ ഒരു മീൻ വറുത്തതും. ട്രെയിനിൽ ഞാനും എൻ്റെ അനിയത്തിയും കൗതുകത്തോടെ കാത്തിരുന്നൊരു നിമിഷമായിരുന്നു ആ പൊതി തുറക്കൽ. ഇടയ്ക്ക് ഞാനും ഉണ്ടാക്കും കേട്ടോ, ഓർമ്മകളൊക്കെ പുതുക്കാൻ വേണ്ടിയിട്ട്. അതുപോലത്തെ ഒരു പൊതിച്ചോറ് അമ്മ ഉണ്ടാക്കുന്ന അത്ര രുചിയൊന്നും ഇല്ലേലും ഒരു തട്ടിക്കൂട്ട് പൊതിച്ചോറ് ഞങ്ങളുടെ 2 മക്കൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. ഇവിടെ നല്ല ഫ്രഷ് വാഴയിലൊന്നും കിട്ടത്തില്ലമ്മേ, അതുകൊണ്ട് പേപ്പർ വാഴയിലാണ് കിട്ടുന്നത്. നമുക്ക് കഴിക്കാൻ തോന്നുമ്പോൾ ഫ്രഷ് വാഴയില ഉണ്ടോ അതുണ്ടോ ഇതുണ്ടോ എന്നൊന്നും നോക്കണ്ടെന്നേ, അങ്ങ് ഉണ്ടാക്കിയേക്കണം. അതല്ലേ അതിൻ്റെ ഒരു സന്തോഷം. ആ 2 പേരുടെ മുഖത്തെ ആ സന്തോഷം കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ പൊതിച്ചോറുണ്ടാക്കും. നാളെ എൻ്റെ മക്കൾക്കും പറയാൻ വേണ്ടേ ഒരു കുട്ടി പൊതിച്ചോറ് കഥ.